നമസ്കാരം. 2026 ഏപ്രിൽ 12 മുതൽ ഏപ്രിൽ 18 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ തുടക്കങ്ങൾക്കും ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നതിനും അനുയോജ്യമായ സമയമാണ്. കർമ്മരംഗത്ത് മുന്നേറ്റമുണ്ടാകും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അവസരം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഗുണകരമായിരിക്കും. ശമ്പള വർധനവിനും പുതിയ വരുമാന മാർഗങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. എന്നാൽ ദേഷ്യം നിയന്ത്രിക്കുക. ചില അനാവശ്യ ചിലവുകൾ ഉണ്ടാകാം. ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. തലവേദന, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ശ്രദ്ധിക്കണം. പരിഹാരമായി ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നില മെച്ചപ്പെടും. ധനവരവ് വർദ്ധിക്കും. കർമ്മരംഗത്ത് സ്ഥിരതയും അംഗീകാരവും ലഭിക്കും. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും. കടം നൽകിയ പണം തിരികെ ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. വീട് സംബന്ധമായ ചില ധനച്ചിലവുകൾ വന്നേക്കാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഴുത്ത് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. ചികിത്സകളും ആവശ്യമായി വന്നേക്കാം. ദേവീക്ഷേത്ര ദർശനം നടത്തുക. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയ ശേഷി മെച്ചപ്പെടും. കർമ്മമേഖലയിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. ഇൻ്റർവ്യൂകളിലും പരീക്ഷകളിലും വിജയം പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങൾ ശക്തമാകും. സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കാം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നു. ധനവരവും ധനച്ചിലവുകളും ഒരുപോലെ ഉണ്ടാകും. നിയന്ത്രണം ആവശ്യമാണ്. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ഓം നമഃശിവായ നിത്യവും ജപിക്കുക. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ക്ഷമയോടെ മുന്നോട്ടു പോകേണ്ട സമയമാണ്. ചില കാര്യങ്ങളിൽ താമസങ്ങൾ അനുഭവപ്പെടാം. ധനകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ചിലവുകൾ വർദ്ധിക്കാം. നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഉണ്ടാകാം. ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഗണപതി മന്ത്രം നിത്യേന ജപിക്കുക. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും. കർമ്മരംഗത്ത് അംഗീകാരവും ഉയർച്ചയും ഉണ്ടാകും. ബിസിനസ്സിൽ നല്ല നേട്ടങ്ങൾ ലഭിക്കും. ധനവരവ് വർദ്ധിക്കുന്നതാണ്. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്.
വീട്, ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസങ്ങൾ നേരിടുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ ബാക്കി 1/4 ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. ജോലി മേഖലയിൽ തിരക്ക് കൂടും. ധനച്ചിലവുകൾ വർദ്ധിക്കും. ധനനിയന്ത്രണം ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്കും കാലതാമസം വരും. ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വീഴ്ച, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. വിശ്രമം ആവശ്യമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. തുലാക്കൂർ. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും. ജോലി മാറ്റത്തിനും സാധ്യതയുണ്ട്. ധനവരവ് ഉണ്ടാകും. അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. വിവാഹകാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. പ്രണയിതാക്കൾക്ക് ബന്ധം സന്തോഷകരമായിരിക്കും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധനച്ചിലവുകൾ വന്നുപെടാം. മാനസിക സമ്മർദ്ദം ഉണ്ടാകും. ഉദരക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ്. വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മമേഖലയിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. ധനവരവും ധനച്ചിലവുകളും ഒരുപോലെ ഉണ്ടാകും. നിയന്ത്രണം ആവശ്യമാണ്. കുടുംബത്ത് സന്തോഷമുണ്ടാകും. ശത്രുശല്യം വർദ്ധിക്കാം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. മനസമ്മർദ്ദം വർദ്ധിക്കുന്നതിനും ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വാരമാണ്. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ തർക്കങ്ങൾക്ക് ഇടയാകും. ആത്മസംയമനം പാലിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. രക്തസംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുക. ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ധനവരവ് വർദ്ധിക്കും. കുടുംബത്ത് പിന്തുണ ലഭിക്കുന്നതാണ്. കടബാധ്യതകൾ വർദ്ധിക്കാം. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതാണ്. കലാ-സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. അഹങ്കാരം ഒഴിവാക്കുക. അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ഹനുമാൻ ചാലിസ നിത്യേന ജപിക്കുക. മകരക്കൂർ. ഉത്രാടത്തിൻ്റെ ബാക്കി 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ധനച്ചിലവുകൾ വർദ്ധിക്കും. ജോലി മേഖലയിൽ സ്ഥിരത നിലനിൽക്കും. കുടുംബത്ത് സമാധാനം ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്.
ബിസിനസ് രംഗത്തും ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാം. ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടും. ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഗണപതി മന്ത്രം നിത്യേന ജപിക്കുക. കുംഭക്കൂർ അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉയർച്ചയും അംഗീകാരവും ലഭിക്കും. ധനവരവ് വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയം ലഭിക്കുന്നതാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കുടുംബത്ത് അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ലല്ലോ എന്ന് തോന്നാം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതാണ്. വീട്, ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മഹാദേവന് ധാര സമർപ്പിക്കുക. മീനക്കൂർ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ജോലി മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ധനപരമായി പുരോഗതി ഉണ്ടാകും. കുടുംബത്ത് സന്തോഷം നിലനിൽക്കാനായി ആത്മസംയമനം പാലിക്കണം. എല്ലാ കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ധനവരവ് ഉണ്ടാകുന്നതിനും ചിലവുകൾക്കും സാധ്യത കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. വീട്, ഭൂമി എന്നീ കാര്യങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനമ്മമാരുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കണം. മാനസിക ആശങ്കകൾ ഒഴിവാക്കുക. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കും. മുറിവുകളോ ചതവുകളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ശനി ഗായത്രി നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്.